സന്തോഷമുള്ള ദൈവനെ കരപറ്റി കർത്താവിനെ സ്തോത്രം ചെയ്യാം. അവൻ കൂടി വന്നിരിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയ അത്ഭുത സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സംഭവപരമായ അവൻ ഒരു ഭൂമിയിൽ അനേക അനർത്ഥങ്ങൾ അനേകരെ വേട്ടയാടുമ്പോൾ, അനേക തകർച്ചകൾ കൂടി പോകുമ്പോൾ, ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കടന്നു വന്ന അവന്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ കേൾക്കാൻ ദൈവം തരുന്ന വലിയ സ്നേഹത്തെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി മധ്യേ ആൾക്കാർ ചുരുക്കമാണെങ്കിലും കർത്താവിന്റെ ഡെഫിനിഷൻ അവൻ ചർച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വായിച്ച് ബൈബിൾ നോക്കുമ്പോൾ എങ്ങും എത്ര പേര് കൂടി വരുന്നിടത്ത് ഞാൻ വരുമെന്ന് പറയുന്നില്ല. അവൻ ഇന്ന ആലയം വേണമെന്ന് എന്റെ യേശു പറഞ്ഞിട്ടില്ല. അവൻ ഇന്ന ആലയം പണിയുമീൻ എന്ന് പറഞ്ഞിട്ടില്ല. കർത്താവ് ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ എന്ത് ചെയ്യത്തില്ല, ജയിക്കത്തില്ല. എന്നാൽ കർത്താവ് ഒറ്റ കാര്യം പറഞ്ഞു, പോകുവീൻ സകല സൃഷ്ടിയോടും സുവിശേഷം, ഈ നല്ല വാർത്ത, ഈ നല്ല വചനം, മായമില്ലാത്ത വചനം, ഈ കെടാത്ത ബീജം അവൻ പാകണം, വിതയ്ക്കണം, പറയണമെന്ന് ഈശോനാഥൻ പറഞ്ഞു. പള്ളികളോ കത്തീഡ്രലുകളോ ഹോളുകളോ ഒന്നും വെക്കാനായിട്ട് യേശു ഉപദേശിച്ചില്ല, പഠിപ്പിച്ചുമില്ല. പിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഫണ്ട് റേസ് ഈ ചെയ്യണമെന്ന് നാളെ പഠിപ്പിച്ചിട്ടില്ല. അവൻ പോകാൻ പറയുമ്പോൾ ശിഷ്മാരോട് പറഞ്ഞു വിട്ടത്, വാലറ്റ് പോലും നിങ്ങൾ വേണ്ട, പോകുമ്പോൾ നാഥന്റെ വേലയായതുകൊണ്ടും നാഥൻ ചെയ്യുന്നതായതുകൊണ്ടും നാഥൻ എന്ത് ചെയ്യും, കരുതിക്കൊള്ളും. ഇന്ന് രാത്രികാലം അവൻ ഒരു കാര്യം അറിയണം, കർത്താവിന്റെ സഭയുടെ വേല കർത്താവ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ വർഷം പരിശുദ്ധാത്മാവോട് പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തിനാണ് നമ്മൾ കർത്താവിന്റെ സഭയിൽ കടന്നു വരുന്നത്, എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്, അവൻ സ്വന്തം അൾട്ടിമേറ്റ് ലക്ഷ്യം അവൻ ഒരുക്കുന്ന ഭവനത്തിൽ എത്തുവാൻ, നിത്യയിൽ എത്തുവാനാണെന്ന് നാം കാണാനിടയായി. അങ്ങനെയുള്ള ബന്ധത്തില് അവൻ വെളിപ്പാട് പുസ്തകത്തിൽ നാം പഠിപ്പാൻ ഇടയായി തീർന്നു. അവൻ ആരവിടെ എത്തത്തില്ല എന്ന് നോക്കി, ഭയമുള്ളവർ ഇവിടെ എത്തത്തില്ല. അവൻ സ്വന്തം ഒരു വർഷം മുഴുവനും അവൻ ഭയമങ്ങുന്ന ദൈവത്തെ സ്നേഹിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതിന് ശേഷം അവൻ സ്വന്തം ചെയ്യുന്നു, അശുദ്ധിയുള്ളവർ അവിടെ എത്തുകയില്ല. അവൻ അശുദ്ധി അകറ്റ് ജീവിപ്പാൻ വിശുദ്ധിയത്തേക്ക് ഒരു വർഷമെന്ന് കഴിഞ്ഞ വർഷം പരിശുദ്ധാത്മാവ് സംസാരിപ്പാനിടയായി. ഈ വർഷം പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടു അവൻ സ്വന്തം അവിടെ എത്തണമെങ്കിൽ കേവലം ബേസിക് കൊണ്ട് അനേകര് വല്ല വിധേനെ അവിടെ എത്തണമെന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ബേസിക് കാര്യങ്ങൾ ഞാൻ മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ നടക്കില്ല എന്ന് ദൈവത്തിന് അവൻ നമ്മെ പഠിപ്പിപ്പാൻ ഈ വർഷം പരിശുദ്ധാത്മാവ് പറഞ്ഞു. ദൈവം നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത് വളരാൻ വേണ്ടി. ദൈവത്തിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് തന്നെ വളർച്ചയാണ്. അവൻ സ്വന്തം അങ്ങനെയുള്ള ബന്ധത്തിൽ ഈ വർഷത്തെ ചിന്തയിൽ ക്രിസ്തുവാകുന്ന തലയോളം വളരണം, ക്രിസ്തുവിൽ ജനിക്കണം, ക്രിസ്തുവിൽ അവൻ വേരുങ്ങണം, ക്രിസ്തുവിൽ വളരണം, ക്രിസ്തുവാകുന്ന തലയോളം വളരണ ചിന്തയുള്ള ബന്ധത്തിൽ ഈ വർഷം നമ്മൾ കടന്നു പോകുക. അതില് പ്രാരംഭമായി ഫെബ്രുവരി മാസത്തില് വളർച്ച എന്നൊരു കാര്യം വരുമ്പോൾ ഒന്നാമത്തെ ഘടകം വിത്താണെന്ന് നമ്മൾ ചിന്തിപ്പാനിടയായി. അവൻ ഒരു ബീജം, വീഴുന്ന ബീജം അല്ലെ വിത്ത്. അവൻ ആ വിത്ത് കറയില്ലാത്തതായിരിക്കണം, അത് അവൻ സ്വന്തം ചെയ്യുന്നു, കലർപ്പില്ലാത്തതായിരിക്കണം, അത് അവൻ സ്വന്തം കെടാത്തതായിരിക്കണം, അത് അൺഅഡൾട്ടറേറ്റഡ് ആയിരിക്കണം. അതാണ് കീ വിഷയം. നിങ്ങൾ കേൾക്കുന്ന ഉപദേശം, നിങ്ങൾ ചിന്തിക്കുന്ന വചനങ്ങള് മായമില്ലാത്തതായിരിക്കണം, മനുഷ്യനൊന്നും കൂട്ടിച്ചേർത്തതാകരുത്, അത് പ്യോർ വേർഡ് ആയിരിക്കണം എന്ന് ദൈവത്തിന് അവൻ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അവൻ സ്വന്തം നാം പോകുന്ന അവൻ എല്ലാ സഭകളും അത് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവൻ ഞാൻ ഓർത്തഡോക്സിലായിരുന്നപ്പോൾ ചൊല്ലിയിട്ടുള്ള പാട്ട് ഇപ്പോഴും ഓർക്കുന്നു. അവൻ സ്വന്തം ചെയ്യുന്നു, പാലിൽ പല ഉപദേശങ്ങൾ, പാലിൽ മുളച്ച് പരക്കുന്നു, ദൈവത്തിന്റെ ഉപദേശം തൊട്ട് അവസാനിപ്പിക്കുന്നവന് ധന്യൻ. അപ്പൊ ദൈവത്തിന്റെ ഉപദേശം, അതാണ് ദൈവവചനം, അത് തൊട്ട് അതിൽ അവസാനിപ്പിക്കുന്നവനാരാണ്, ഭാഗ്യവാൻ, ബ്ലെസ്സഡ്. അപ്പോൾ കീ അവൻ സ്വന്തം നിങ്ങൾ പോകുന്ന സംഘടനകൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ഉപദേശമല്ല, കീ ദൈവത്തിന്റെ വചനമാണ്. ഇന്നത് ആര് പ്രസംഗിച്ചാലും ഓർത്തോണം, അത് ഉരച്ചു നോക്കണം, അത് അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അതിന് ഒറ്റ വഴിയുള്ളൂ, വചനത്തിലേക്ക് മടങ്ങിപ്പോവുക. ഈ മാസം പരിശുദ്ധാത്മ പറയുന്ന നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ ജനിക്കുന്നത്, ദൈവപൈതലാകുന്നത്, അവൻ അത് ദൈവപൈതലായി അനുഗ്രഹിക്കപ്പെട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന വചനം, അവൻ വചനം അയച്ചാണ്, വചനത്തിൽ നിന്നാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. അവൻ സ്വന്തം ചെയ്യുന്നു. പത്രോസ്ലീഹ പറയുമ്പോൾ ആ വചനമാകുന്ന കെടാത്ത ബീജത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വീണ്ടും ജനത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരും ദൈവത്തിന്റെ വചനം. അതിനുള്ള ബന്ധത്തില് അവൻ സ്വന്തം പരിശുദ്ധാത്മാവ് ഈ മാസം അവസാനിക്കുന്നുണ്ട്. പെട്ടെന്ന് ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. വിത്ത് എന്നൊരു കാര്യം ഓർക്കുമ്പോൾ ബൈബിളില് ഈശോ പറഞ്ഞ ഉപമ നിങ്ങൾക്കറിയാമല്ലോ. ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, വിത്ത് പല സ്ഥലങ്ങളിൽ വീണതിനെ കുറിച്ച് നമ്മൾ വായിച്ചു. എന്നാൽ ആ വിത്ത് എന്താണെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ആ വിത്ത് ദൈവത്തിന്റെ വചനം.
ദൈവത്തിന്റെ വചനം. ഇന്ന് രാത്രികാലം ഈ ദൈവത്തിന്റെ വചനം ഉള്ളത്തിൽ വീണാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വചനം എങ്ങനെയാണെന്നത് വളരെ നിങ്ങൾ സൂക്ഷിക്കണം. അത് നിങ്ങൾ എവിടെ പോയാലും, അത് ആരിൽ നിന്ന് കേട്ടാലും ആമേൻ സ്വപ്നം ചെയ്യുന്നു ആ വചനം അങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങൾ പോയി പരിശോധിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ടൈം എടുക്കണം. ആമേൻ അല്പസമയം ഇന്ന് നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്, എന്തും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ആമേൻ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങളെ ഒന്ന് വിശദീകരിച്ച് നോക്കണമെങ്കിൽ അതിന്റെ മൂലഭാഷ, അതിന്റെ വാക്കുകൾ, അതിനുള്ള എത്ര അർത്ഥങ്ങളുണ്ട്, ഇതൊക്കെ ചിന്തിക്കാൻ ഹൃദയം ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാം പരിശോധിച്ചറിയാനുള്ള സകല അറിവുകൾ നമ്മുടെ വിരലിന്റെ തുമ്പിലുണ്ട്, ഇന്റർനെറ്റിലുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും, അറിയാൻ സാധിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം കേട്ട ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വളരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. വിത്താണ്, വചനമാണ് വിത്ത്. അപ്പോൾ ആ വിത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശു പറഞ്ഞ ഉപമയിൽ നിന്ന് പല കാര്യങ്ങൾ കാണാൻ കഴിയും. സ്വപ്നം ചെയ്യുന്നു. വിത്തിന്റെ ഇടയിൽ കളകൾ വിധിക്കപ്പെടാം. കളകൾ വന്നാൽ ഒരു കുഴപ്പം, വിത്തും കളയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. പക്ഷേ സ്വപ്നം തിരിച്ചറിയാൻ പ്രയാസം. ഏതാണ് വിത്ത്, ഏതാണ് കള തിരിച്ചറിയാൻ. ഈ കള വിതയ്ക്കുന്ന ആരാന്നറിയാമോ? ശത്രുവായ പിശാച്. നിങ്ങൾ പല ഉപദേശങ്ങൾ കേൾക്കും. പിശാച് ആരെങ്കിലും ഒരാളെ കയ്യിലെടുത്തിട്ട് കള വിതയ്ക്കാം. കള വിതച്ചു കഴിഞ്ഞാൽ പ്രശ്നം സ്വപ്നം ലോകസ്നേഹം നമ്മളിലേക്ക് വരും. ദൈവവചനമോ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യോപദേശമോ കേൾക്കാതെ സ്വന്തം മനസ്സിന് ഇമ്പമായ, കാതുകൾക്ക് ഇമ്പമായ വചനങ്ങൾ കേൾക്കാൻ കൊതിക്കും. സത്യമായ ട്രൂത്തായിട്ടുള്ള വചനം അത് നമ്മളെ ഏത് കഷ്ടങ്ങളിലും തികഞ്ഞവരായി നിൽക്കാൻ ശക്തി തരുന്നതാണ് ആ വചനം. സ്വന്തം ചെയ്യുന്നു. അത് ചെപ്പടി വിദ്യയല്ല, അത്ഭുതങ്ങൾ മാത്രമല്ല, വിടുതലുകൾ മാത്രമല്ല, അത് കഷ്ടങ്ങൾ കൂടി തികഞ്ഞവരാകണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനമാണ് സത്യവചനം. ഈശോനാഥൻ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ എങ്കിലും ധൈര്യപ്പെടുകയും. കഴിഞ്ഞ ദിവസം ഡോക്ടറോട് വന്ന് പ്രസംഗിക്കുമ്പോൾ, ഞായറാഴ്ച പ്രസംഗിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ ഉപദേശം ഈശോനാഥൻ നമ്മൾ കേൾക്കുന്ന ദ സെർമൺ ഓൺ മൗണ്ട്, ഗിരിപ്രഭാഷണം എന്നൊക്കെ അറിയപ്പെടുന്ന ആ മലയിലെ ഈശോയുടെ ഉപദേശം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെയെല്ലാം ഭംഗിയായുള്ള കാര്യങ്ങളല്ല പറയുന്നത്. ഇപ്പോൾ ദുഃഖിച്ച് കരയുന്നവർ അല്ലേ, ആത്മാവിൽ ദരിദ്രരായവർ, നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എവിടെയും അവിടെ ഏറ്റവും സമൃദ്ധിയോ അനുഗ്രഹമോ വാലല്ല തലയാക്കുന്നോ ഒന്നുമല്ല യേശുനാഥൻ അവിടെ പറയുന്നത്. ലോകത്തിന്റെ റിയാലിറ്റി, ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന ലോകത്തിലെ യാഥാർത്ഥ്യങ്ങൾ, നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടങ്ങൾ, അനുഭവങ്ങൾ, വേദനകൾ, സ്വന്തം ക്രൂശിന്റെ അനുഭവങ്ങൾ, ഇതൊക്കെയും നിങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. സ്വന്തം ആ കഷ്ടങ്ങൾ നിങ്ങളെ തകർക്കാനല്ല. ഇന്ന് രാത്രി സ്വന്തം നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ സദൃശവാക്യത്തില് ഒരു വെള്ളി ഒരു തട്ടാൻ തീക്കാത്തിടുന്ന എന്തിനാ? അതിനെ തകർത്ത് കളയാനല്ല, അതിനകത്തെ കേടുകൾ, കീടങ്ങൾ മാറ്റാൻ. അതിനകത്ത് ഡ്രോസ് ഉണ്ട്. വെള്ളിയിൽ കീടമുള്ളപ്പോൾ തട്ടാൻ നല്ല ആഭരണം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മെ ചിലപ്പോൾ തീക്കാത്തിടും. എന്തിനാ? ശുദ്ധി ചെയ്യാൻ. കാരണം എന്താണെന്നറിയാമോ? നാം ജനിച്ച ഈ വചനം ശുദ്ധിയുള്ള വചനം എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ശുദ്ധിയുള്ള വചനമാകേണ്ടതിന് സ്വപ്നം ചെയ്യുന്നു. എപ്പോഴും നാം കേൾക്കുന്ന വചനം ബൈബിളുമായി, ദൈവവചനവുമായി ഉരച്ചു നോക്കണം. ഒരു കാര്യം ഓർക്കണം, കത്തോലിക്ക ഇന്ന് നിലനിൽക്കുന്ന മിക്ക സഭകളിലും കുറച്ച് ചില സഭകൾ മാത്രമേ ഉള്ളൂ പുതിയ നിയമത്തില് മറ്റുള്ള പുസ്തകങ്ങൾക്ക് ചേർത്തിട്ടുള്ളത്. കത്തോലിക്ക സഭയുൾപ്പെടെ എല്ലാ ബേസിക് മെയിൻ സഭകളും അവരുടെ പുസ്തകങ്ങള് പുതിയ നിയമം എന്ന് പറയുമ്പോൾ സ്വപ്നം ചെയ്യുന്നു. പുതിയ നിയമത്തില് സ്വപ്നം ചെയ്യുന്നു ആ 27 പുസ്തകങ്ങൾ മാത്രമേ പുതിയ നിയമത്തിലുള്ളൂ. പ്രൊട്ടസ്റ്റന്റ് സഭകൾക്കാണേലും സ്വന്തം കത്തോലിക്ക സഭയ്ക്കാണേലും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഒരു കാര്യം ഓർത്തോണം, ആ വചനം പുതിയ നിയമത്തില് കർത്താവ് സഭയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉപദേശങ്ങൾ ആ പുസ്തകങ്ങളിൽ നിന്നാണ് എല്ലാ ഉപദേശങ്ങളും പണിയപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാരമ്പര്യങ്ങളിലേക്ക് പോകാതെ, കിഴവിക്കഥകളിലേക്ക് പോകാതെ ആ വചനത്തിലേക്ക് മടങ്ങി വന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. ഈശോനാഥൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ വിത്തിനെ കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഓർപ്പിക്കാതിരിക്കാൻ പറ്റുകയില്ല. പരീശന്മാരുടെ പുളിച്ച മാവ് സൂക്ഷിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അപ്പത്തെക്കുറിച്ച് തീരുമാനിക്കുക, അതല്ല, ദുരുപദേശം, തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പുളിച്ച മാവിന് പ്രത്യേകത ഉണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നത്തെ മുഴുവനും അങ്ങ് പുളിപ്പിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം മൊത്തം നിങ്ങൾ കേൾക്കുന്ന വചനം അത് ആര് പ്രസംഗിച്ചാലും അങ്ങനെ തന്നെയാണ് നമ്മൾ പരിശോധിക്കണം. അങ്ങനെ അതിനോട് ബന്ധത്തില് സ്വന്തം ഈ മാസം അവസാനിക്കാൻ പോകുന്നുണ്ട് ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനം ശക്തിയായിട്ട് സ്വന്തം ദൈവവചനത്തെ സ്വന്തം ചെയ്യുന്ന കറപ്റ്റ് ചെയ്യുന്നതിനെതിരെ ശക്തിയായി ദൈവവചനം
പ്രസംഗിക്കുന്നു, അത് പറയുന്നു, നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്നതിനെതിരെ ദൈവത്തിന്റെ വചനം ശക്തിയോട് പറയുന്നു. ആമേൻ. നമുക്കൊന്ന് വായിക്കാം. ആമേൻ. 2 കൊരിന്ത്യ ലേഖനം നമുക്ക് എടുക്കാം. ആമേൻ. 2:17 നമുക്കൊന്ന് വായിച്ചാട്ട് ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു വിടാനുള്ള സമയം നമ്മുടെ മുമ്പാകെ ഉള്ളൂ. 2 കൊരിന്ത്യ ലേഖനം 2:17 വാക്യം. പൗലോസ്ലീഹ കൊരിന്തിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ ചിലരെ പരിചയപ്പെടുത്തുകയാണ്. ഈ മനുഷ്യരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ആ വാക്യം വായിക്കും നമുക്ക് കാണാൻ കഴിയും. ചില വാക്യങ്ങൾ വായിച്ച് നമുക്ക് പോകണം. ആമേൻ. നന്നായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. നോക്കണം, പൗലോസ് ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ച് പറയുകയാണ്. അവരെന്താ ചെയ്യുന്നത്? ദൈവവചനത്തിലെ കൂട്ട് ചേർക്കും. ദൈവവചനം ഉള്ളതുപോലെ പ്രസംഗിക്കുന്നില്ല. ദൈവവചനത്തിൽ ഇല്ലാത്തതൊക്കെയും അവർ മനസ്സിൽ നിന്ന് എടുത്തല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ നിന്ന് അതിനോട് ചേർത്ത് പ്രസംഗിക്കും. പൗലോസ് പറയും, ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ സ്വന്തം ദൈവത്തിന്റെ വചനം ഉള്ളതുപോലെ ക്രിസ്തുയേശുവിൽ ഞങ്ങൾ സംസാരിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം കൂട്ടുചേർക്കുന്നതിനെതിരാണെന്ന് മറന്നു പോകരുത്. ദൈവത്തിന്റെ വചനം മൊത്തം അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ഇന്ന് അനേകർ ദൈവവചനത്തെ ട്വീക്ക് ചെയ്ത് പല കാര്യങ്ങൾ കൂട്ടി ദൈവ മക്കളെ വഴിതെറ്റിച്ച് കളയാൻ വേണ്ടി നോക്കും. എന്നാൽ നാം വളരെ സൂക്ഷിക്കേണ്ടത്, ഒരു വചനം പ്രസംഗിക്കുമ്പോൾ ഏതൊരു വചനത്തിനും കൂട്ടുവചനങ്ങൾ കാണും. ആമേൻ. അതിനൊരു ഒരു ഇണ കാണും. നിങ്ങൾ വായിക്കുമ്പോൾ ചുമ്മാ ഒറ്റ വാക്യം എടുത്തുകൊണ്ട് ഒരു കാര്യം പ്രസംഗിക്കാനോ ഒരു ഉപദേശം സ്ഥാപിക്കാനോ കഴിയുകയില്ല. അതിന് ഇണവാക്യങ്ങൾ കാണും, കൂട്ടുവാക്യങ്ങൾ കാണും. അതുകൊണ്ട് വചനം എപ്പോഴും പരിശോധിക്കുന്ന നന്നായിരിക്കും. നമുക്ക് അടുത്തൊരു വാക്യം വായിക്കാം. സദൃശവാക്യങ്ങളിലേക്ക് പോകാം. 30-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 30 വേഴ്സ് 5-6. ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയ തന്നെ. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്. അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. ഇപ്പോൾ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് അവൻ ദൈവവചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുകയാണ്. ഒന്നുകൂടെ വായിച്ചു എഴുതിയ ഭാഗം. ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകും. ഓർത്തോണം, ദൈവത്തിന്റെ വചനം, ഈ തിരുവെഴുത്തുകൾ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് പെന്തക്കോസ്തുകാർ ഉണ്ടാക്കിയതല്ല. ഓർത്തോണം, വർഷങ്ങളായി സഭാപിതാക്കന്മാർ കൂടിയിരുന്നവർ ചേർന്ന് എല്ലാവരും അനേക സുന്നഹദോസുകൾ കൂടി ചേർന്ന് യോജിപ്പിച്ച ഒരു പുസ്തകമാണ്. ഇതിനകത്ത് അനേക പുസ്തകങ്ങൾ മാറ്റാൻ പലരും ശ്രമിച്ചു, നടന്നിട്ടില്ല. ഇവൻ മാർട്ടിൻ ലൂതർ വരെ പല പുസ്തകങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞിട്ട് നടന്നിട്ടില്ല. ഇന്നോർത്തോണം, ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പുസ്തകങ്ങൾ കത്തോലിക്കർക്ക് 13 പുസ്തകങ്ങൾ കൂടുതലുണ്ട്. അതുകൊണ്ട് 73 അവരുടെ ടോട്ടൽ പുസ്തകങ്ങൾ. എന്റെ ചിന്ത അത് അപ്പോക്രിഫ പുസ്തകങ്ങൾ കൂടി കൂട്ടുചേർത്തിട്ടുണ്ട്. അത് തോബിത്ത്, ജൂഡിത്തൊക്കെ നിങ്ങൾ വായിക്കുന്നത്. എന്തുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് ചർച്ചകാർ അതിനെ അംഗീകരിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ, ആ വചനങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ആ സ്വന്തം അപ്പോക്രിഫ പുസ്തകങ്ങൾക്കുള്ളില് ദൂതന്മാരെ ആരാധിക്കുന്ന ചില കാര്യങ്ങൾ, ചില ഭാഗങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് ദൈവവചനത്തിന്റെ മോശയുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ പഞ്ചൈക ഗ്രന്ഥങ്ങൾ പ്രകാരം, മോശയുടെ പെന്ററ്റൂക്സ് പ്രകാരം, ദൈവ ന്യായപ്രമാണ പ്രകാരം ദൂതന്മാരെ ആരാധിക്കാൻ അനുവദിക്കാൻ പാടില്ല. അങ്ങനെ വന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ആ പുസ്തകങ്ങൾ പറയുന്നതിനെ അത് ഏറ്റെടുത്തില്ല. അപ്പോക്രിഫ പുസ്തകങ്ങൾ പ്രൊട്ടസ്റ്റന്റുകാർ മാറ്റിവെച്ചു. കാരണം ദൂതന്മാരുടെ ഉള്ള ആരാധനകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ അതിനകത്ത് വന്നത് സ്വന്തം ദൈവവചന തിരുവെഴുത്തുകളുമായി മാച്ച് ചെയ്യാൻ വയ്യാത്തോണ്ട് ഒരു മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ഈതർ വേ ഓർത്തോണം, ദൈവവചനത്തെ വചനം എന്ന് പറയുന്നത് ശുദ്ധി ചെയ്ത പ്യൂറാണ്. എന്നിട്ട് നമ്മൾ വായിച്ച അടുത്ത് എന്തോ വായിച്ചത്, അതിനോട് കൂട്ടിയാല്, അതിനോട് കുറച്ചാല് ദൈവം നിന്നെ വിധിക്കും. എന്നിട്ട് നീ കള്ളനായി തീരാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് വാണിങ്. ദൈവവചനത്തിന് കൂട്ടുചേർക്കുന്നതിനെ സ്വന്തം വളരെ വാർണിങ്. ദൈവത്തിന്റെ വചനം നമുക്ക് ശക്തിയോടെ തരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത് 30-ന്റെ 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ, ഒരിക്കലും ഞാനും നിങ്ങളെ കള്ളനാകരുത്. സ്വന്തം നമ്മളെ ഉപദേശം ഒരു കാര്യം മാത്രം. പണ്ട് കാലങ്ങളില് എന്തുകൊണ്ടാ ഞങ്ങളുടെ അപ്പച്ചന്മാരൊക്കെ അവർ ഫോളോ ചെയ്ത് തെറ്റാണോ? കാരണം വിഷയം ഇതാ, അന്ന് പള്ളി അതിൽ ചില മണ്ടക്കിരിക്കുന്ന അച്ഛന്മാർ, പുരോഹിതന്മാർ അല്ലെങ്കിൽ ഉപദേശം, അവര് മാത്രമേ സ്വന്തം ഈ ബൈബിൾ കൈകാര്യം ചെയ്തിരുന്നുള്ളൂ. അന്ന് ബൈബിൾ ഇതുപോലെ സുലഭമായിരുന്നില്ല. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. വചനം നിങ്ങളുടെ കയ്യിലുണ്ട്.
അപ്പോൾ അവര് പഠിപ്പിക്കുമ്പോൾ അവരെ പഠിപ്പിച്ച് അവരെ വളർത്തിയ, അവർക്ക് പട്ടത്വം കൊടുത്ത സഭകളുടെ ഉപദേശത്തിനുള്ളിൽ നിൽക്കണം. അതിന് പുറത്തുപോയി അവിടെ പിന്നെ അവർക്ക് അസ്തിത്വമില്ല. അതുകൊണ്ട് ഈ വചനം അവർ അറിഞ്ഞാലും ആ ചട്ടക്കൂട്ടിനുള്ളിൽ നിന്ന് മാത്രം പഠിപ്പിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് സത്യോപദേശം ജനത്തിനടുക്കൽ എത്താനിടയായാലും ഇന്ന് രാത്രി നിങ്ങളുടെ കയ്യിൽ വചനം തന്നിട്ടുണ്ട്. എപ്പോഴും നോക്കണം, പരിശോധിക്കണം, അങ്ങനെ തന്നെയാണോ, ബൈബിളിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ, നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും പല കാര്യങ്ങളും ഇന്ന് നാം കാട്ടിക്കൂട്ടുന്നത് ദൈവവചന പ്രകാരമല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടുചേർത്താൽ കർത്താവ് പറയാൻ നിന്നെ വിധിക്കും, നീ കള്ളനായി തീരാനിടയാകും. അപ്പൊ നമ്മൾ കണ്ടു, കള്ളൻ പറയുന്ന ഒരുത്തനും സ്വർഗരാജ്യത്തിൽ എന്ത് ചെയ്യത്തില്ല, എത്തത്തില്ല. നമ്മൾ കഴിഞ്ഞ വർഷം വിശുദ്ധിയെ തികച്ച് ജീവിക്കുമ്പോൾ കള്ളം പറയുന്നവരും ഫോൾഷ്കു പറയുന്നവരും അവരുടെ ഓഹരി എവിടെയാണെന്നറിയാമോ? തീയും ഗന്ധവും കത്തുന്ന തീപ്പൊരി. ഓർക്കണം, നിന്നെ വിധിച്ചിട്ട് കള്ളനാകല. അത് എത്ര വലിയ പാസ്റ്ററാണേലും, അത് എത്ര വലിയ വ്യക്തിയാണേലും, ഈ വചനത്തിൽ ഇല്ലാത്തത് കൂട്ടുചേർത്ത് പഠിപ്പിച്ചാൽ നിന്നെ വിധിച്ച് നീ കള്ളനാണെന്ന് കാണും. കള്ളന്മാർക്കുള്ള അവകാശം എവിടെയാണെന്നറിയാമോ? തീച്ചൂടക്കകത്ത്, തീപ്പൊയ്ക്കകത്ത്. അവിടെ പറയുന്നത് തീ കിടത്തില്ല, അവിടുത്തെ പുഴു എന്ത് ചെയ്യത്തില്ല, ചാകത്തില്ല. തീ കൊണ്ട് ഉപ്പിടും. നിത്യനരകത്തിൽ പിശാചിനോടുകൂടെ കഷ്ടം അനുഭവിപ്പാനിടയായിട്ട്. നമുക്ക് ഇനി വായിക്കാം. ആവർത്തന പുസ്തകത്തിലേക്ക് പോകാം. 4:2 നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 4:2. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങൾ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ശ്രദ്ധിച്ച്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന എന്റെ വചനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രമാണിക്കണം. യു ഷാൽ ഫോളോ ഇറ്റ്. എന്നെ അതിനോട് കൂട്ടരുത്, കുറയ്ക്കരുത്. ഇത് രണ്ടും പ്രശ്നം. കൂട്ടാനും പറ്റത്തില്ല, കുറയ്ക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വചനം എപ്പോഴും ഞാൻ കുഞ്ഞുങ്ങളെ എപ്പോഴും ഉത്സാഹിപ്പിക്കുന്നത്, ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കുന്ന കേൾക്കാതെ ബൈബിൾ മൊത്തം വായിക്കാൻ പറയും. ബൈബിൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്ന് വായിക്കാൻ അവർക്ക് ജ്ഞാനം പരിശുദ്ധാത്മാവ് കൊടുക്കും. ഒത്തിരി ചിന്തകൾ അവർ തന്നെ മനസ്സിലാക്കും. കുഞ്ഞുങ്ങള് ഇപ്പോൾ നിങ്ങൾ ഇതിനകത്തൂടെ പോകുന്ന ഫസ്റ്റ് ക്രോണിക്കിൾസ് ഉൽപ്പത്തി മുതൽ തുടങ്ങി ഒറ്റ വാക്കിലൊന്നും വായിച്ചാൽ കിട്ടില്ല. ആദ്യം പലവട്ടം നിങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ മർമ്മങ്ങൾ ആഴമാണ്. ഫുള്ള് നിങ്ങൾ വായിച്ചിരിക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് ഉപദേശം പിടിച്ചുകൊണ്ട് വന്ന് നിങ്ങളെ തെറ്റിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ ഇവിടെ പറയുക, സ്വന്തം ഞാൻ നിങ്ങളോട് പറയുന്ന തിരുവെഴുത്തുകളൊക്കെയും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രമാണിക്കണം. അതിനോട് നിങ്ങൾ കൂട്ടരുത്, കുറയ്ക്കരുത്. വായിച്ചോ, മൊത്തത്തിൽ ഉണ്ടായിരുന്നു അത്. അപ്പോൾ കൂട്ടാനോ കുറയ്ക്കാനോ ഇടയാകരുതെന്ന് ദൈവം ശക്തമായ വാണിങ് സ്വന്തം ദൈവവചനത്തിൽ കൂടി നൽകുകയാണ്. നമുക്ക് സ്വന്തം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകാം. 22:18-19 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 22:18. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ആരെങ്കിലും കൂട്ടിയാൽ അവന് ദൈവം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒത്തിരി ബാധകൾ അത് വരുത്തും. അവൻ അടുത്തത്, ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തോട് കുറച്ചാൽ ദൈവ നഗരം തന്റെ ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നിത്യതയിൽ നിന്നുള്ള അവന്റെ ഓഹരി എന്ത് ചെയ്യും? ഇത് ഗൗരവമുള്ള കാര്യമാണ്. പ്രിയമുള്ളവരെ, നാം കർത്താവിനെ അറിയുന്നത്, കൃപയിലേക്ക് വന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ അറിഞ്ഞു ജീവിക്കാനാണ്. ഈ വചനങ്ങൾ നമ്മൾ അറിയുന്നത് കാരണം ഈ വചനത്തിലായിരിക്കണം നിന്റെ ആരംഭം. സത്യവചനം കേട്ടാകണം നിന്റെ വളർച്ച. സത്യവചനം ജീവനും ശക്തിയുമാണ്. അത് ആത്മശക്തി ഉണ്ട്. ഏവനും അത് ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മാവിന്റെ മരണം മാറും, നീതിയിൽ അവൻ വാരും. അതുകൊണ്ട് പാട്ടുകാരൻ പറയുക, കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പള്ളിയിൽ പോയി ഐതിഹ്യങ്ങളും പണ്ടത്തെ കഥകളും പാരമ്പര്യങ്ങളും അല്ല നീ കേൾക്കേണ്ടത്, ജീവനുള്ള ദൈവത്തിന്റെ വചനം. ആ വചനത്തിൽ നിന്ന് കേട്ടാൽ അത് നമുക്ക് അനുഗ്രഹമായി തീരും, അത് നമുക്ക് വിടുതലായി തീരും, അവ നമുക്ക് നന്മയായി തീരും. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് 2 കൊരിന്ത്യർ ലേഖനം 4:2. ചില മനുഷ്യർ എന്തുകൊണ്ടാണ് ആമേൻ സ്തോത്രം വചനത്തോട് കൂട്ടുന്നത്? അവർക്ക് എപ്പോഴും അവരുടെ ഉള്ളത്തില് ഡിഫറെന്റ് മോട്ടീവ്സ് ഉണ്ട്. ആമേൻ സ്തോത്രം. ഈ വചനത്തോട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നവർ, കാരണം ഇത് കച്ചവടമാക്കുന്ന മനുഷ്യരായി. ഈ ബൈബിൾ പറയുന്നുണ്ട്,
അലംഭാവത്തോടുള്ള ദൈവഭക്തി ഒരു വലിയ ആദായ മാർഗമാണ്. ഈ ബൈബിളില് പല കാര്യങ്ങൾ കൂട്ടിയിട്ടില്ലാത്തത് കാണിച്ച് അവര് മനുഷ്യനെ വഴിതെറ്റിക്കും. ഇതിന് അവരുടെ ലക്ഷ്യം, മോട്ടീവ്സ് വരെയാ. നമുക്കൊന്ന് വായിച്ചാട്ട് വായിച്ച കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യർ 4:2 വാക്യം ഒന്ന് വായിച്ചാട്ട്. ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. പൗലോസ് പറയാ, ഞങ്ങൾ വചനത്തോടൊന്നും കൂട്ടുന്നില്ല, മാത്രം ഉപായം പ്രയോഗിക്കുന്നില്ല. ചെറിയ വചനം അനേകര് ആൾക്കാരെ പിടിച്ചു നിർത്താൻ വചനം കൊണ്ട് അവരെ ഒതുക്കി നിർത്തി അവിടെ കീഴിൽ അവരിൽ നിന്ന് മാറിപ്പോകാതിരിക്കണം സിദ്ധാന്തങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഭീഷണി, കാരണം വചനമെടുത്ത് ത്രട്ടൻ ചെയ്ത് നിർത്താനായിട്ട് നോക്കും. കാരണം അവരുടെ ഉള്ളിലൊക്കെ ഡിസീറ്റ് ഉണ്ട്. അവരുടെ വിഷയം, അവരുടെ ദൈവവചനത്തിൽ അവർ വളരുക എന്നുള്ളതിനേക്കാൾ ഉപരി അവരുടെ അധികാരത്തിൽ നിന്ന്, അവരുടെ സാമ്രാജ്യത്തിൽ നിന്ന് ആരും പോകരുതെന്നൊരു കൊതിയ, അവരുടെ സാമ്രാജ്യം വലുതാക്കാനുള്ള കൊതിയ. ഇവിടെ പൗലോസ് പറയുക, ഞങ്ങൾ അങ്ങനെ യാതൊരു വഞ്ചനാരീതിയിലും വചനം പ്രസംഗിച്ച് ആരുടെയും ഒന്നും പിടുങ്ങുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. അവൻ സ്വന്തം ചെയ്യുന്നു. എപ്പോഴും ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് കൂട്ടുചേർക്കാതെ മായമില്ലാതെ സത്യവചനം പൂർണ്ണമായി പ്രസംഗിക്കുന്നവരായിരുന്നുവെന്ന് പൗലോസ് ശക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. ഇനി നമുക്ക് ദൈവത്തിന്റെ വചനത്തെ വഞ്ചനയോട് കൈകാര്യം ചെയ്തതിനെ കുറിച്ച് യെരമ്യാവും പറയുന്നുണ്ട്. നമുക്ക് യെരമ്യാ 23:36 ഒന്ന് വാക്യം. 23:36. യഹോവയുടെ ഭാരം എന്ന് ഇനി മിണ്ടരുത്, അല്ലെങ്കിൽ അവനവന്റെ വാക്ക് അവനവന് ഭാരമായി തീരും. നമ്മുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ എന്ന ജീവനുള്ള ദൈവത്തിന്റെ വചനങ്ങളെ നിങ്ങൾ മറിച്ചു കളഞ്ഞുവല്ലോ. മറിച്ചു കളഞ്ഞു. ഇവര് ദൈവത്തിന്റെ വചനത്തെ മറിച്ചു കളഞ്ഞു. എന്നിട്ട് അവരുടെ സ്വന്തം വായിൽ നിന്ന് വരുന്ന വാക്കുകളെ എടുത്തിട്ട് പറയുക. യെരമ്യാവിൽ കൂടി ദൈവം പറയുക, ഇനി മിണ്ടിപ്പോകരുത്, അങ്ങനെ നിന്റെ വാക്ക് തന്നെ നിനക്ക് ഭാരമായി തീരും. അപ്പോൾ ഓർക്കണം, ദൈവം പറയാതെ, ദൈവം തരാതെ വാക്കുകളെ, ദൈവവചനത്തെ മറിച്ചു കളയുന്നവരെ കുറിച്ച് യെരമ്യാവ് ശക്തമായിട്ട് പറയുക. ഒത്തിരിയുണ്ട്, എസ്കേലുണ്ട്, യെരമ്യാവുണ്ട്. നമ്മൾ പോയാൽ വചനം മറിച്ചു കളയുന്നത്. വിഷയം ഇതാണ് പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം പണിയപ്പെടേണ്ടത് സത്യവചനത്തില് അധിഷ്ഠിതമായിട്ടാണ്. പുതിയ നിയമത്തിൽ നിങ്ങൾ ഏത് ലേഖനം, ഞങ്ങൾ ഈ വളർച്ചയുള്ള ബന്ധത്തിലെടുത്തിട്ട് പുതിയ നിയമം വായിച്ചു നോക്കുമ്പോഴെല്ലാം ഞങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കർത്താവേ, അപ്പം ഈ വാക്യങ്ങൾ നമ്മൾ നേരത്തെ എത്രയോ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ വളർച്ച എന്നൊരു ബന്ധത്തിൽ ഞങ്ങൾ ആ വാക്യങ്ങൾ നോക്കുമ്പോൾ വളരെ അർത്ഥവ്യാപ്തിയുള്ളതായിട്ട് തോന്നുകയാണ്. എങ്ങനെയാണ് ഒരു ഭക്തൻ വളരേണ്ടത്, എങ്ങനെയാണ് ഒരു ഭക്തൻ വിശ്വാസത്തിൽ സ്ഥിരനാ നിൽക്കേണ്ടത്, അത് ദൈവത്തിന്റെ വചനം നമ്മെ ശക്തമായിട്ട് ഓർപ്പിക്കും. നമുക്ക് യെരമ്യാ പ്രവചനത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. സ്വന്തം ചെയ്യുന്നു. യെരമ്യാവ് നമ്മൾ 23:36 വായിച്ചത്. അടുത്തതായിട്ട് നമുക്ക് 2 പത്രോസ് ലേഖനത്തിലേക്ക് പോകാം. 2 പത്രോസ് ലേഖനം 3:16. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. ഇത് പത്രോസ് പൗലോസ് എഴുതിയ ലേഖനങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. സ്വന്തം ചെയ്യുന്നു. നിങ്ങളൊരു കാര്യം ഓർക്കണം, പൗലോസ് യേശു തിരഞ്ഞെടുത്ത 12 സ്ലീഹന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നില്ല. ഇന്നും മുസ്ലിങ്ങള് പൗലോസിന്റെ ലേഖനങ്ങൾ വെറുക്കുന്നവരാണ്. പൗലോസ് ലയറാണെന്നാ പറയുന്നത്. അവനൊരു കള്ളനാണ്, അവന്റെ വചനം വിശ്വസിക്കാൻ പറ്റത്തില്ല. അവരെപ്പോഴും പൗലോസിന്റെ വചനം എടുത്ത് സ്ഥാപിക്കാം. നോ, ഞങ്ങൾ അത് വിശ്വസിക്കത്തില്ല. വി ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. പൗലോസ് കള്ളനാണ്. എന്നാല് പൗലോസ് പറഞ്ഞത് ദൈവത്തിന്റെ വചനമാണെന്ന് സ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാക്യം വെച്ചാണ് സ്ഥാപിക്കുന്നത്. അപ്പോസ്തലനായ പത്രോസ് പൗലോസ് പറഞ്ഞ വാക്കുകളെ ഉദ്ധരിച്ച് സംസാരിച്ച ഭാഗമാണിത്. അല്ലെങ്കിൽ നീ ആരെടുത്താൽ നോക്കണം, യേശു തെരഞ്ഞെടുത്ത 12 സ്ത്രീയന്മാരിൽ ആരില്ല? പൗലോസില്ല. പൗലോസിനെ അപ്പോസ്തലനാക്കിയെന്ന് എഴുതിയിട്ടില്ല. മറ്റ് സ്ത്രീയന്മാർ പുള്ളിയെ കൈവച്ച് അപ്പോസ്തലനാക്കിയിട്ട് എഴുതിയിട്ടുണ്ടോ? എവിടെയെങ്കിലും ഇല്ല.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിചാരം അനുസരിച്ച് നമ്മുടെ പാരമ്പര്യം വെച്ചാണെങ്കിൽ പൗലോസ് എഴുതിയ പുസ്തകങ്ങൾ വാലിഡ് അല്ല യഥാർത്ഥത്തിൽ. എന്നാൽ അവൻ സ്വപ്നം ചെയ്യുന്നു കർത്താവ് പുതിയ നിയമത്തിലെ സഭയുടെ സകല മിക്ക ഉപദേശങ്ങളും കടന്നു വന്നേക്കുന്ന പൗലോസിന്റെ ലേഖനങ്ങളിൽ നിന്ന്, തിരുവത്താഴം ഉൾപ്പെടെ അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ ഉൾപ്പെടെ കുർബാന എന്ന് പറയുന്ന കാര്യം ഉൾപ്പെടെ വന്ന ആരിൽ നിന്നാണ്? പൗലോസ് യേശുവിലൂടെ നടന്നിട്ടില്ല, പൗലോസ് യേശു പറഞ്ഞ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ പാരമ്പര്യമല്ല എന്ന് ഞാൻ പറയാൻ കാരണം ദൈവാത്മാവിന്റെ വെളിപ്പാടാണ്. ദൈവാത്മാവ് നടത്തുന്ന വഴിയെ പോകണം. അവൻ അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് പള്ളികളിലൊക്കെ അവൻ ഫോളോ ചെയ്യുന്ന പൗലോസിന്റെ ലേഖനം ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റുകയില്ല. പക്ഷേ ഞാൻ കാണിക്കാം എന്തുകൊണ്ടാണ് പൗലോസിന്റെ ലേഖനങ്ങളെ സുന്നഹദോസുകൾ കൂടി അവൻ തെരഞ്ഞെടുത്തപ്പോൾ ഇതിനെ അംഗീകരിക്കാമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തൊരു വചനഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. അവൻ സ്വപ്നം ചെയ്യുന്നു. അതിന് മുമ്പിലത്തെ വാക്യം കൂടി ഒന്ന് വായിച്ചാൽ അപ്പൊ നമുക്ക് മനസ്സിലായി ഞാൻ ഈ പറയുന്നത് എന്തുവാണെന്ന്. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും പത്രോസ് പറയുക, തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ട്. അപ്പം ഈ പല ചർച്ചകൾക്കും ഈ ലേഖനം പൗലോസ് എഴുതുക. ഇത് പത്രോസും വായിച്ചു. എന്നാൽ ഒത്തിരി അപ്പോസ്തലന്മാര് പുള്ളിയുടെ ലേഖനങ്ങൾക്ക് എതിരായിരുന്നു. കൊരിന്ത്യർ ലേഖനം വായിച്ചാലേ അറിയത്തുള്ളൂ. പുള്ളി പറയും ഞാൻ ആ ശ്രേഷ്ഠ അപ്പോസ്തലന്മാർക്കാൾ ഒട്ടും കുറവുള്ളവനല്ല. അപ്പം യേശുവിനോട് കൂടെ നടന്ന അപ്പോസ്തലന്മാർ പലതും പൗലോസിന്റെ ഉപദേശത്തിന് എതിരായി സംസാരിച്ചവരുണ്ട്. ഇല്ല, യഹൂദന്മാരുടെ ന്യായപ്രമാണം പിൻപറ്റണമെന്ന് പഠിപ്പിച്ചവരുണ്ട്. എന്നാൽ ഇവിടെ പത്രോസ്ലിഹ പറയുക നമ്മുടെ സഹോദരനായ പൗലോസ് ഇതിനെക്കുറിച്ച് അനേക ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്ന അടുത്ത വാക്യമാണ് നമ്മൾ വായിച്ചു മുമ്പേ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലതുണ്ട്. പൗലോസ് ദൈവം കൊടുത്ത റെവലേഷൻ ഭയങ്കര ഡീപ്പാ. വേറെ അപ്പോസ്തലന്മാർക്കാക്കണം. പൗലോസിന്റെ പ്രത്യേകം ചോദിച്ചു കഴിഞ്ഞാല് അന്നത്തെ ഏറ്റവും ടോപ്പ് സ്കൂൾ എന്ന് പറയുന്നത് ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ന്യായപ്രമാണം പഠിക്കുക. അന്നത്തെ ഹയസ്റ്റ് ലോ സ്കൂളാണ് യെരുശലേമിൽ ഉണ്ടായിരുന്ന ഗമാലിയേൽ എന്ന് പറയുന്ന ആ വലിയ വചന പണ്ഡിതന്റെ കീഴിൽ നിന്ന് പഠിക്കുക എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും ടോപ്പ് ന്യായപ്രമാണത്തിന്റെ കോളേജിൽ അവൻ പഠിച്ചിറങ്ങിയവനായതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ ആഴങ്ങൾ അവൻ അറിയാം. യേശു വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ന്യായപ്രമാണത്തിന്റെ സത്യങ്ങളും യേശുവുമായിട്ട് അവൻ ആത്മാവിൽ താരതമ്യം ചെയ്യാൻ തുടങ്ങി. അത് അറേബ്യ മരുഭൂമിയിൽ ഇരിക്കുമ്പോഴാണ് വെളിപ്പാടുകൾ ദൈവം കൊടുക്കാൻ തുടങ്ങി പൗലോസിന്. എന്നിട്ട് ന്യായപ്രമാണവും ക്രിസ്തുവും, ന്യായപ്രമാണത്തിലെ പഴയ നിയമം, സീനായിൽ കിട്ടിയ ന്യായപ്രമാണവും പുതിയ ഇപ്പോഴത്തെ യെരുശലേം നഗരം, ഓരോ കാര്യങ്ങളും മർമ്മത്തിൽ വെളിപ്പെടാൻ തുടങ്ങി. ആർക്ക്? പൗലോസിന്. ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കട്ടെ, പരിശുദ്ധാത്മാവ് നമുക്ക് വചനങ്ങള് വെളിപ്പാടുകൾ തരും. ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ള പ്രസംഗങ്ങളെക്കാൾ അത്ഭുതകരമായ ചിന്തകൾ പരിശുദ്ധാത്മാവ് തരാൻ കഴിയും. അപ്പോൾ പൗലോസ് വെളിപ്പെട്ടപ്പോൾ ഓരോ ചർച്ചകൾക്കും താൻ പോയി പ്രവർത്തിച്ച ഓരോ സ്ഥലങ്ങൾ ഉളവായ സഭകൾക്ക് തൻ ഉപദേശങ്ങൾ ലേഖനത്തിൽ കൂടി എഴുതാൻ തുടങ്ങി. പത്രോസ് അതിനെ പരാമർശം പറയുക, നമ്മുടെ സഹോദരനായ പൗലോസും തന്റെ ലേഖനങ്ങളിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ, അതിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര ഡീപ്പ് കാര്യങ്ങളാ. അപ്പോൾ ഓർത്തോണേ, കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് കർത്താവും സഭയുമായുള്ള ബന്ധം പോലെ ചില മർമ്മങ്ങള് മേലുള്ള യെരുശലേമിലെ കമ്പാരിസൺ, അതുപോലെ തന്നെ താഴെ ഭൂമിയിലുള്ള യെരുശലേമിനെ കുറിച്ചുള്ള കമ്പാരിസൺ, ഹാഗാറുമായി കണക്ട് ചെയ്യുന്നു, സാറയുമായി കണക്ട് ചെയ്യുന്നു. അങ്ങനെ പല പല കാര്യങ്ങള് പഴയ നിയമത്തിൽ കൂടി സ്ഥാപിച്ച പൗലോസ് പറയുക, യേശു എന്ന് പറയുന്നത് വരാനുള്ള കാര്യങ്ങളുടെ ഷാഡോ ആയിരുന്നു, നിഴലായിരുന്നു. അതുകൊണ്ട് ഗലാത്യ ലേഖനത്തോട് വരുമ്പോൾ പൗലോസ് ശക്തമായി ചോദിക്കുക, ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഞാൻ വരച്ചു കാണിച്ചു, അവനാണ് യഥാർത്ഥ യാഗമൃഗം. അവൻ വന്ന് മരിച്ചു കഴിയുമ്പോൾ പിന്നെ ഇനി ഒരു ദേവാലയമോ പഴയ പെരുന്നാളുകളോ ഒന്നുമില്ല. ആ പെരുന്നാളുകളുടെ ഒക്കെയും അവൻ നിറവേറ്റലാണ് ക്രിസ്തുവിൽ നടന്നത്. എന്നാല് ചിലര് വന്നിട്ട് അപ്പോസ്തലന്മാരായിട്ടുള്ളവർ ഉണ്ടായിരുന്നിരിക്കാം, യഹൂദ മതാനുസാരികളായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇല്ല, നമുക്ക് ന്യായപ്രമാണമുണ്ട്, പരിച്ഛേദനയുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഗലാത്യർ ചെറുതൊക്കെ അങ്ങോട്ടൊക്കെ ചായാൻ തുടങ്ങി. ആൾക്കാർക്കെല്ലാം ഈ ട്രഡീഷൻസ് ഒക്കെ വലിയ ഇഷ്ടമാണ്. അത് ഒരു അനുഭൂതി തരുന്ന ഒരു കാര്യമായതുകൊണ്ട് പൗലോസ് അങ്ങ് എരിവോട് ചോദിക്കുക, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കുക, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കത്. എന്നിട്ട് ഈ ലേഖനങ്ങളൊക്കെ വായിച്ചാൽ പത്രോസ് പറയുക, അത് ഗ്രഹിക്കാൻ പ്രയാസമുള്ളത് ചിലത് ഉണ്ട്. ഇനി അടുത്ത് പറയുക, അറിവില്ലാത്ത
അസ്ഥിരന്മാരുമായിട്ടുള്ളവര് ശേഷം തിരുവെഴുത്തുകളെ പോലെ അവിടെയാ പൗലോസ് കമ്പയർ ചെയ്യുന്നത്, പത്രോസ് കമ്പയർ ചെയ്യുന്നത് മറ്റു തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയും. പൗലോസ് എഴുതിയ ലേഖനം. അപ്പൊ നോക്കണം, കമ്പയർ ചെയ്യുന്ന തിരുവെഴുത്തുകളെ പോലെ. അപ്പൊ ഇതും ഒരു തിരുവെഴുത്താണെന്ന് കമ്പയർ ചെയ്യുക. ആമേൻ. അത് വന്നപ്പോഴാണ് ഇതാരാ പറയുന്നത്? യേശു ക്രിസ്തു പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, അല്ലേ? ആമേൻ. സ്വതം ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു ചോദിച്ചപ്പോൾ ചില അതും ഇതും പറയുന്നപ്പം നിങ്ങൾ എന്നെ ആരെന്ന് പറയുമ്പോൾ മറ്റു ശിഷ്യന്മാരും ചാടിക്കാരും പറഞ്ഞില്ല, പത്രോസ് ചാടിക്കാരും, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ നീയാണ് പാറ. കാരണം പത്രോസ് എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞത് നീ പാറയല്ല. കാരണം പൗലോസ് അതിനെ വെളിപ്പെടുത്തുന്നുണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു. പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, നീയാണ് പാറ എന്നാണ് പത്രോസ് പറയുന്നത്. ഉടനെയാണ് യേശു പറഞ്ഞത്, ആമേൻ, പ്രിയനായ ശിമോനെ, നിനക്ക് വെളിപ്പെടുത്തിയ ജഡരക്തങ്ങള് അല്ല, സ്വർഗ്ഗസ്ഥനായ പിതാവാ. എന്ത് പറയാ? നീ പത്രോസ് ആകുന്നു, നീ പാറയാകുന്നു എന്നല്ല പറഞ്ഞത്. അതാ മനുഷ്യൻ കൂട്ടിക്കളയുന്നു എന്ന് പറയുന്നത്. നീ പത്രോസ്. പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം പാറ കഷ്ണം. എന്നിട്ട് ഈ പാറമേൽ യേശുവോട് നിധാനം ചെയ്ത് താനാകുന്ന ക്രിസ്തുവാകുന്ന പാറമേല് സഭയെ പണി. ഞാൻ ആരെ കുറിച്ചുള്ള ചോദ്യമാ തുടങ്ങിയതിന് മുമ്പ് ഞാൻ ആരെന്ന് ജനം പറയുന്നുള്ള ചോദ്യം കൂട്ട. ആ പാറയെ നിധാനം ചെയ്ത യേശു പറയും, ഈ പാറമേൽ, ഞാൻ ആകുന്ന പാറമേൽ സഭയെ പണി. ആമേൻ. പാതാള ഗോപുരങ്ങൾ അതിനെ എന്ത് ചെയ്യത്തില്ല? ജയിക്കത്തില്ല. ആമേൻ. എന്നിട്ട് പറയുക, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക്, നീ തുറക്കുന്നത് തുറന്നിരിക്കും. ആമേൻ. സ്വതം. ആമേൻ. പൂട്ടുന്നത് പൂട്ടിയിരിക്കും. ആമേൻ. സ്വതം. നോക്കണം, അപ്പോൾ ഈ പത്രോസ് ആണ് പൗലോസിന്റെ ലേഖനങ്ങൾ എന്ത് ചെയ്യുന്നത്? ശേഷം തിരുവെഴുത്തുകളെ പോലെ. അതിനെ മനുഷ്യരെ, അറിവില്ലാത്ത മനുഷ്യർ, ബുദ്ധിയില്ലാത്ത മനുഷ്യർ തങ്ങളുടെ നാശത്തിനായിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? കൊട്ടിക്കളയുന്നു. അപ്പോൾ നോക്കണം, പൗലോസിന്റെ വചനങ്ങൾ ദൈവവചനങ്ങളാണെന്ന് പ്രൂവ് ചെയ്യുന്ന വചനമാണ് പത്രോസ് കോട്ട് ചെയ്ത വചനം. അപ്പൊ നോക്കണം, അവിടെ നാം കാണുന്നു, അറിവില്ലാത്ത മനുഷ്യരാണ് ഈ വചനത്തെ എന്ത് ചെയ്യുന്നത്? കൊട്ടിക്കളയുന്നത്. അസ്ഥിരരായ മനുഷ്യരാണ് സത്യവചനത്തെ മാറ്റിക്കളയുന്നത്. ഇന്ന് രാത്രികാലം അവരുടെ കൂട്ടത്തിലാകുവാൻ നമുക്ക് ഇടയാകല്ലേ. അവൻ അത് നമുക്ക് അനുഗ്രഹമാകത്തില്ല, നമുക്ക് നാശമായിരിക്കും എന്ന് ദൈവത്തിന്റെ വചനത്തില് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ യെരമ്യാ പ്രവചനം 23:28 ഒന്ന് വായിക്കാമോ? 28. കാരണം അങ്ങനെ സത്യമല്ലാത്ത വചനം ഘനമുള്ളതല്ല, അത് വിത്തല്ല, അത് പതിർ പോലെയാണ്. വായിച്ചാട്ടെ. സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. സ്വപ്നം കണ്ടവനുണ്ട്, സ്വപ്നം പറഞ്ഞു നടക്കട്ടെ, എന്നാൽ എന്റെ വചനം കിട്ടിയവൻ വചനം എന്ത് ചെയ്യട്ടെ? ഇന്ന് ലുക്ക്, ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ഒക്കെ വന്ന് ചിലരുടെ മനസ്സിൽ കണ്ട സ്വപ്നവും പ്രശ്നങ്ങളും വെച്ചുകൊണ്ട് ഇതിലും കയറി വന്നേക്കുന്നത്. ബൈബിൾ ഉള്ളതല്ല. ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ ചോദിച്ചാൽ മറിയ പാപമില്ലാതെ ജനിച്ചു എന്നാ ബൈബിളും. അത് ബൈബിളല്ല, ഈ പറഞ്ഞ സ്വപ്നം കണ്ട ആൾക്കാർ പറയുന്നു. അവർക്ക് കിട്ടിയ സ്വപ്നം വെളിപ്പെട്ടു. അത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്. ബൈബിളുമായിട്ട് യാതൊരു ബന്ധം പോലും വന്നില്ല. ബൈബിൾ എങ്ങും അത് പറയുന്നില്ല. ഈശോയുടെ അടുക്കല് അവൻ താൻ കൂടി ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ വന്നു, ഇതാ അമ്മ സ്വന്തം നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്ത്. യേശു ചോദിച്ചു, ആരാണ് എന്റെ അമ്മയും? വചനം കേട്ട് അത് ചെയ്യുന്നവരാണ് എന്റെ അമ്മയും. ശ്രദ്ധിക്കണം. അടുത്തത്, ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലകളും. നോ അല്ല, നിങ്ങൾ വചനം വായിച്ചു നോക്കണം. പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങള്? യേശുവുള്ള ഇപ്പോഴത്തെ പോപ്പിനോർത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ചോദിച്ചു കഴിഞ്ഞാല് ഒരിക്കലും മേരി കോ സാൽവേഷൻ കൊടുക്കുന്ന കോ സാൽവേഷൻ ഗിവർ അല്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അറ്റ്ലീസ്റ്റ് സത്യങ്ങളും പറഞ്ഞല്ലോ. രക്ഷ മേരിയിൽ കൂടി ഇല്ലെന്ന് തന്നെയാ അവൻ പോപ്പ് പറയുന്നത്. ഏക വഴിയുള്ളൂ, യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ എന്തോ ഇല്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇന്ന് അവൻ കത്തോലിക്കല്ല, അവൻ ഓർത്തഡോക്സ്, അവരെല്ലാം പഠിപ്പിക്കുന്ന അമ്മ കൂടാതെ മക്കളുണ്ടോ എന്ന് ചോദിച്ചിട്ട് വെറും ലോകത്തിന്റെ മൂടത്വം. ഈ ഭൂമിയിൽ ഈശോ ആയിരുന്നപ്പോൾ അമ്മയെന്ന് പറഞ്ഞില്ല. എന്തോ അമ്മയെ ബഹുമാനമില്ലാഞ്ഞിട്ടല്ല, അമ്മയെ ജീവനാണ്, ഇഷ്ടമാണ്. കാരണം അമ്മയെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നു ശിഷ്യനെ ഏൽപ്പിച്ചിട്ടാണ് താൻ പോകുന്നത്. പക്ഷെ അമ്മയോട് ബഹുമാനമില്ലായ്മയല്ല, എപ്പോഴും കറക്റ്റായിട്ടേ വചനം അഡ്രസ് ചെയ്യത്തുള്ളൂ. സ്ത്രീയെ വുമൻ എന്നാ വിളിച്ചിരുന്നത്. എവിടെ വിഷയത്തിന് ഒരു പരിഹാരം കൊണ്ടുവരാൻ കൊണ്ടുവന്നപ്പോൾ
യേശു പറയാ എന്റെ ടൈം ഇതുവരെ ആയിട്ടില്ല. അമ്മ കൊണ്ട് കൈ കൊടുത്താലും കർത്താവിന്റെ സമയമാകാതെ കർത്താവ് എന്ത് ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഇന്ന് രാത്രി ഇന്നത്തെ സ്വന്തം സംഘടന പഠിപ്പിക്കുന്നത് അമ്മ പോയി പറഞ്ഞാൽ കേൾക്കും, അമ്മയോട് പോയി പറയണം. അങ്ങനല്ല ബൈബിൾ പറയുന്നു. അമ്മ പോയി പറയാൻ കാനാവിലെ കല്യാണത്തിന് പ്രശ്നമായിട്ട് ചെയ്തപ്പോ യേശു വുമൺ വൈ ആർ യു ഇൻവോൾവിംഗ് മീ ഇൻ ദിസ്. മലയാളത്തിൽ മനസ്സിലാക്കുക, ഈ സ്ത്രീ എനിക്ക് നിനക്ക് തമ്മിൽ എന്തെന്നാണ്. അങ്ങനല്ല, ഇത് എന്നെ എന്തിനാ നീ ഇതിനകത്ത് ഇൻവോൾവ് ആക്കുന്നത്? എന്റെ ടൈം ഇതുവരെ ഉണ്ടാക്കില്ല. അത് അമ്മ പറഞ്ഞപ്പോൾ ടൈം ഉണ്ടാക്കുന്ന വ്യക്തിയല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി യേശു അല്ലാതെ ഒരു മധ്യസ്ഥനിൽ പോകുന്നുണ്ട്. എന്നെ കേൾക്കുന്നവർ, ഞാൻ വെറും വചനം ആരെയും കുറ്റം പറഞ്ഞല്ല പറയുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടാൻ നൽകപ്പെട്ട വേറൊരു നാമം, അതാ സത്യവചനം. നിന്റെ രക്ഷ, നിന്റെ ജീവൻ ഒരു ദൈവപൈതായി തുടങ്ങുന്നത് ഏതിലാണെന്നറിയാമോ? വചനമെന്ന മായമില്ലാത്ത ബീജത്തില്ല. എന്നാൽ ശേഷം അസ്ഥിരരായ മനുഷ്യർ, അറിവില്ലാത്ത മനുഷ്യർ, അവരുടെ നാശത്തിന് അത് കൂട്ടിക്കളയുന്നുവെന്ന് പത്രോസ് പറയാനിടയായി തീർന്നു. ഇപ്പോൾ ഇവിടെ പറയാ, സ്വപ്നം കാണുന്ന പ്രവാചകൻ സ്വപ്നം പറയട്ടെ. ഒത്തിരി പേര് സ്വപ്നം കണ്ട് അതിനിടയ്ക്ക് വേറെ ഒരു ദർശനം ഉണ്ടാവും. കൃപാസനം അവിടെ പോയോണ്ട് അതൊക്കെ എവിടെ നിന്ന് വരുന്നതാ? കൃപാസനം ഒന്നേ ഉള്ളൂ. മേഴ്സി സീറ്റ് എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലത്ത് പെട്ടകത്തിന് മേൽ ഉണ്ടായിരുന്നതാണ് കൃപാസനം എന്ന് പറയുന്നത്. കൃപാസനവും മാതാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കൃപാസനത്തിലേക്കുള്ള വഴി ഈശോ മരിച്ചപ്പോഴാണ് തിരശ്ശീല രണ്ടായി കീറി വഴി തുറക്കപ്പെട്ടത്. ഇപ്പൊ അതിനെ മാതാവായിട്ട് ബന്ധിപ്പിച്ച് എത്ര എണ്ണമാ പോകുന്നറിയാമോ കച്ചവടത്തിന്? അവിടെ ചെല്ലുമ്പോഴേ അവർ പറയുന്നു, നിങ്ങൾ വേണം അവിടെ പോയിട്ടുള്ള എന്റെ ഒരു ഹിന്ദുവായിട്ടൊരു സഹോദരൻ, എന്റെ കൂട്ടുകാരനുണ്ട്. അവൻ കർത്താവിനെ അറിഞ്ഞു വരുന്നു. കഷ്ടങ്ങൾ കൂടി അവൻ പോവുക. പക്ഷേ അവനും വിടുതലിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യം ആരാണ്ട് പറഞ്ഞപ്പോൾ ചെന്നപ്പോൾ അവൻ തുടങ്ങുന്നത് തന്നെ ഇവിടെ കാല് വെച്ചിട്ട് മറ്റു പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും. അത് പറഞ്ഞാ തുടങ്ങുന്നത്. എന്താ പറയാ, ഇത് മേടിക്കണം, നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കണം, എന്നിട്ട് നിങ്ങൾ ഓരോ വീടുകൾ കൊണ്ട് ഈ പാക്കറ്റുകൾ കൊടുക്കണം, ഓരോ കാര്യങ്ങൾ ചെയ്യണം. കച്ചവടം. എന്റെ യേശു മറ്റൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മടങ്ങി വരട്ടെ. സ്വപ്നം ചെയ്യുന്നു. ഈ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നമ്മെ വിളിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സ്വന്തം മറ്റൊരു സുവിശേഷമുണ്ട് കേട്ടോ. ഒത്തിരി സുവിശേഷങ്ങൾ പാലിൽ ഉപദേശങ്ങൾ പലത് മുളച്ചു പരക്കുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 1:6 മുതൽ 9 വരെ ഒന്ന് വായിക്കാമോ? പൗലോസ് വ്യക്തമായിട്ട് പറയുക, മറ്റൊരു സുവിശേഷം ഇതുവരെ കേട്ടിട്ടില്ലാത്ത, അത് അമ്മയെ കുറിച്ചാണെങ്കിലും അത് ഏത് പാസ്റ്ററെ കുറിച്ചാണെങ്കിലും, ഈ പാസ്റ്ററൊക്കെ പോയി വിടുതലെന്ന് പറയുമ്പോൾ അവിടെ പരാജയമാണ്. ഒരു പാസ്റ്ററിന്റെ പേര് യേശുവിന്റെ നാമത്തിന് മുകളിൽ ഉയർത്തിയാൽ അവിടെ പരാജയമാണ്. അതൊരു ദുരുപദേശമാണ്. ഒരു പ്രവാചകന്റെയോ ഒരു പാസ്റ്ററുടെയോ ഒരു മധ്യസ്ഥന്റെയോ പേര് യേശുവിന്റെ നാമത്തിന്മേൽ ഉയരാൻ പാടില്ല. യേശുവിനെയോ വചനത്തെയോ അന്വേഷിക്കുന്നതിന് പകരം കണിയാനെ കാണാൻ പോകുന്ന പോലെ പ്രവാചകന്മാരുടെ പുറകെ ഓടുന്നത് തെറ്റാണ്. വായിച്ചാട്ടെ 1:6 മുതൽ 9 വരെ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. നിങ്ങൾ ഇത്രയും വചനം കേട്ടിട്ട് ക്രിസ്തുവിന്റെ കൃപയാലാണ് നിങ്ങളെ വിളിച്ചത് ദൈവമക്കളാകാൻ. അങ്ങനെയാണ് നീ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത്. അപ്പൊ നിനക്കറിയാം, കൃപയാലാ രക്ഷിക്കപ്പെട്ടത്, വിശ്വാസത്താൽ. കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കും. ഇപ്പൊ അത് വിട്ടിട്ട് നിങ്ങൾ വേറൊരു സുവിശേഷത്തിലോട്ട് മാറുക. എന്ത് പറയുക, എനിക്ക് പരിശീലനം കേൾക്കണം, എനിക്ക് ആ പെരുന്നാളുകളെല്ലാം ആചരിക്കണം, എന്നിട്ട് ന്യായപ്രമാണം പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്യണം. നിങ്ങൾ പെട്ടെന്ന്, ഞാൻ ആശ്ചര്യപ്പെടുക, ഇത്ര വ്യക്തമായി യേശുവിനെ വരച്ചു കാട്ടി നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ മറിഞ്ഞു പോകുന്നത് എനിക്ക് ആശ്ചര്യമായിരിക്കുന്നു വേറൊരു സുവിശേഷത്തിലേക്ക്. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, കേൾക്കുന്ന സുവിശേഷം റൈറ്റ് ആണോ, നിങ്ങൾ വീഴുന്ന വിത്ത് കറക്റ്റ് ആണോ, ഉരച്ചു നോക്കണം. വായിച്ചോ ഡോക്ടറെ. അടുത്തത്, ഇത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ശ്രമിക്കുന്നു എന്നത്രേ. ഇന്ന് രാത്രി യേശുവിനെ ഒഴികെ ഏത് മധ്യസ്ഥനെയോ ഏത് പാസ്റ്ററെയോ ഏത് കുറുക്കു വഴിയോ ഉപദേശിക്കുന്നവൻ ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുന്ന കള്ളനാണ്. വായിച്ചു. അടുത്തത്, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇന്ന് രാത്രികാലം ഓർത്തോ, നാളെ ഞാൻ വന്ന് തിരിച്ചു പ്രസംഗിച്ചാൽ ഒത്തിരിയണം സത്യസുവിശേഷം അറിയിച്ചു വന്നിട്ട് തിരിച്ചുപോയി പ്രസംഗിക്കുന്ന ഒത്തിരിയണമുണ്ട്. അവനെയൊക്കെ ബൈബിൾ വിളിക്കുന്ന കള്ളനെന്നാ വിളിക്കുന്നത്.
കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിൽ കൊള്ളാവുന്നവനല്ല. ആമേൻ. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, ഒരുത്തനെയും കണ്ട് പെന്തക്കോസ്തകാരെ കണ്ട് ഒരുത്തനെയും കണ്ടോ വഴിയിലേക്ക് വരല്ലേ. വചനം ഉരച്ചു, വചനം സത്യമാണ് മാത്രം വരണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? നിങ്ങളെ നയിച്ചൊരു പാസ്റ്റ് നാളെ തലതിരിഞ്ഞു പോയാൽ ഇതെല്ലാം കള്ളമാകിട്ടേച്ചു പോകും. അങ്ങനെ വരല്ലേ. നീ വചനത്തെ പിടിച്ചു വരണം. അവൻ സ്വപ്നം ചെയ്യുന്നു. 9 വരെ വായിച്ചോ. ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടു. രാത്രി സത്യമറിഞ്ഞ് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് തിരിഞ്ഞുപോയി അത് തെറ്റാണെന്ന് പറഞ്ഞ് ഏതൊരു ശപിക്കപ്പെട്ടു. കാരണം സത്യമറിയാൻ മാറ്റി പറയാൻ എങ്ങനെ നിനക്ക് ധൈര്യമുണ്ട്? അവൻ സ്വപ്നം ചെയ്യുന്നു. പൗലോസ് ശക്തമായതിനെ കുറിച്ച് പറയുകയാണ്. അവൻ സ്വപ്നം ചെയ്യുന്നു. അടുത്തത് 9 വരെ വായിച്ചല്ലോ അല്ലേ? അടുത്തത് കൊലോസ്യർ 2:8. നമുക്ക് സമയം പോലെ പെട്ടെന്ന് എത്താം. കൊലോസ്യർ 2:8. നോക്കണം, അവിടെ പറയാ അവൻ എന്താ വെറും വാക്കുകൊണ്ട് തത്വജ്ഞാനം കൊണ്ടും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങൾ എന്ത് ചെയ്യരുത്, മറിച്ചു കളയരുത്. ഒത്തിരി തത്വജ്ഞാനവും ഈ ലോകത്തിന് ഇതും കൊണ്ടുവരും. പക്ഷെ വചനം വെച്ച് ഉറച്ചുകൊണ്ട് പറയുന്നു, വചനം അങ്ങനെ പറയുന്നില്ല. അവര് നിങ്ങളെ മറിച്ചു കളയാൻ, നിങ്ങളുടെ വിശ്വാസത്തിന് വിരുദ്ധ തെറ്റിക്കാൻ ഒരിക്കലും ഇടയാകരുത്. ശ്രദ്ധിക്കണം, അത് എങ്ങനെയുള്ളതാന്ന് വെച്ചോ, ആഫ്റ്റർ ദ ട്രഡീഷൻ, അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനനുസരിച്ചുള്ളതാണ്. അത് ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്കനുസരിച്ചുള്ളതാ. അത് ക്രിസ്തുവിനനുസരിച്ച്. ഒന്ന് വായിച്ചു ഡോക്ടറെ, ഫുള്ളൊന്ന് വായിച്ചത്. ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നമ്മള് ഇപ്പൊ വായിച്ചത് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിക്കും. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിച്ചു. അടുത്തത് അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം. അതാണ് പാരമ്പര്യത്തിനൊത്തവണ്ണമാണ്. പൗലോസ് പറയാം അത് മനുഷ്യന്റെ സമ്പ്രദായം. യേശു ചോദിച്ചു ചോദ്യം, എന്താ നിന്റെ ശിഷ്യന്മാര് കൈകഴുകാത്തത് പൂർവന്മാരെ പോലെ ചോദിച്ചു. യേശു, നിങ്ങൾ പൂർവന്മാരുടെ സമ്പ്രദായം കൊണ്ട് ദൈവത്തിന്റെ കൽപ്പനയെ അഴിക്കുന്നത് എന്തെന്നാ യേശു ചോദിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? സമ്പ്രദായം പാരമ്പര്യം നീ കയറ്റിക്കൊണ്ട് വന്നാൽ മറിച്ചു കളയും നിന്നെ സത്യവനത്തിൽ നിന്ന്. ഇതിന്റെ അത് ലോകത്തിന്റെ ആദ്യ തത്വജ്ഞാനത്തിനൊത്തവണ്ണമാണ്, മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം. ഇന്ന് സഭയിൽ നല്ലൊരു ശതമാനം സമ്പ്രദായങ്ങൾ, ഓരോ ഇടത്തെയും ആചാര രീതികൾ സഭയിൽ വലിയ കയറിയിട്ടുണ്ട്. അത് വചനപ്രകാരമുള്ളതല്ല പ്രിയമുള്ളവരെ. ചില വചനപ്രകാരമുള്ളാത്ത വിട്ടുകളയണം. മിന്നു കെട്ടുന്ന ബൈബിൾ എവിടെയെങ്കിലും മിന്നു കെട്ടുന്ന എഴുതിയിട്ടുണ്ടോ? എത്രയോ കാര്യങ്ങള് അതാത് സ്ഥലത്തെ പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ സമ്പ്രദായങ്ങൾ വന്ന് കയറി. വചനം എപ്പോഴും മുറുകെ പിടിക്കാൻ പരിശുദ്ധമ്മ പറയുന്നു. അടുത്ത 2 വാക്കുകൾ പറഞ്ഞാൽ നിർത്താൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് അവൻ 12:6 സങ്കീർത്തനത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ അത് ദൈവത്തിന് വചനം പ്യൂർ വേർഡായി. വചനം ഉരച്ചു നിങ്ങൾ നോക്കണം. 2 തിമോത്തിയോസ് എഴുതിയ 2:15 ഒന്ന് വായിച്ചാൽ. 2 തിമോത്തിയോസ് 2:15. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. പൗലോസ് പറയാ തിമോത്തിയോസിനോട്, എങ്ങനെയാ സത്യവചനത്തെ എങ്ങനെ പ്രസംഗിക്കണം? യഥാർത്ഥമായി. അതിന് കൂട്ടരുത്, മോനെ കുറയ്ക്കരുത്. എന്നിട്ട് ലക്ഷിക്കാൻ സംഗതിയില്ലാത്തവനായി നിന്നുകൊള്ളുക. അവൻ സ്വന്തം. അടുത്തത് പത്രോസ് പറയുക, അതുകൊണ്ട് രക്ഷയ്ക്കായി വളരാൻ. 1 പത്രോസ് 2 വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വളർച്ചയാണ് നമ്മെ കുറിച്ച് ആഗ്രഹം. വളരുന്ന എവിടുന്ന വിത്തിൽ നിന്ന് മായമില്ലാത്ത പാല് കുടിച്ച് നീ വളരണം. ഈ ദിവസങ്ങൾ വളർച്ചയ്ക്ക് വേണ്ടി വചനത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവമായ കർത്താവ് സഭയായി നമ്മെ സഹായിക്കട്ടെ. ആ മായമില്ലാത്ത കലർപ്പില്ലാത്ത സത്യവചനമാകുന്ന വിത്തിൽ വേരൂന്നി വളരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവിടെ നിന്ന് രാത്രികാലം നമ്മെ മറിച്ച് നിത്യനരകത്തിൽ പാതാളത്തിൽ തെല്ലാൻ ശത്രു കടന്നു വരുമ്പോൾ പാടാം, പാതാളമേ മരണമേ നിന്റെ ജയം അവിടെ.